Sudhaidas S. holds a BFA and MFA in painting from College of Fine Arts, Trivandrum, Kerala University. And he lives and works in Palakkad in Kerala. So thank you, Sudhaidas, for joining in. My first question to you is about your works, but in a very larger framework. To just start with, how your works are surgical in a way. You kind of render it, but you have also spoken last time in our conversation about the documentation of places that you visit, and you have visited quite often for your practice. So can you start by just telling about the region where you live and work from, and also about what has it been in terms of your engagement with the place? ഞാൻ ജനിച്ചു വളർന്നത് പാലക്കാടാണ്. അപ്പൊ അതിന്റെ ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് വെച്ചാല് അഗ്രികൾച്ചറാണ് മോസ്റ്റ്ലി നമ്മള് ജനങ്ങൾ ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന സ്ഥലം ആണ് പാലക്കാട്. പിന്നെ അതിന്റെ ലാൻഡ്സ്കേപ്പ് എന്ന് വെച്ചാല് കേരളത്തിൽ തന്നെ മറ്റ് പ്രദേശങ്ങൾക്കൊന്നും ഇല്ലാത്ത കുറെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ചില സ്ഥലങ്ങൾ എന്ന് വെച്ചാല് ഇപ്പൊ ഹൈ റേഞ്ച് അല്ലെങ്കിൽ ലൈക്ക് ഇടുക്കി, വയനാട് എന്നൊക്കെ പറയുന്നത് പോലത്തെ അങ്ങനത്തെ ഒരു ലാൻഡ്സ്കേപ്പ് ചില ഭാഗങ്ങളിൽ പാലക്കാടിനുണ്ട്. അതുപോലെ തന്നെ വാസ്റ്റ് ആൻഡ് വൈഡ് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പും കൂടിയാണ്. അതേ സമയത്ത് തന്നെ നേരെ സമ്മറൊക്കെ ആവുന്ന സമയത്ത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആവും. ഇതിന്റെ ഒരു കളർ ടോൺ തന്നെ പല പീരീഡിലും ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. മീൻസ് ഈ മൺസൂൺ സമയത്ത് കംപ്ലീറ്റ് ഗ്രീനറി ആയിരിക്കുന്ന ലാൻഡ്സ്കേപ്പ് സമ്മർ ആവുന്ന സമയത്ത് ഒരു ഫുള്ളി യെല്ലോ അല്ലെങ്കിൽ ബ്രൗണിഷ് ടോണിലേക്ക് മാറും. പിന്നെ അതിന്റെ ഒരു ടെക്സ്ചർ തന്നെ ഭയങ്കര എക്സ്ട്രീം ഒരു ഡിഫറെന്റ് ടെക്സ്ചർ ആയിരിക്കും. ഈ ഓരോ സ്പേസിനും ഓരോ ഒബ്ജക്റ്റിനും ഉൾപ്പെടെ. അത് ഇത് നമ്മളുടെ അവിടെ ജീവിക്കുന്ന മനുഷ്യരിലും ഓരോ വ്യക്തികൾ അല്ലെങ്കിൽ അവിടുത്തെ ജീവിതങ്ങളിലും അത് നമുക്ക് ശരിക്കും റിഫ്ലക്ട് ചെയ്യാൻ പറ്റും. ശരിക്കും ലാൻഡ്സ്കേപ്പ് എന്ന് വെച്ചാൽ വെറുതെ ഒരു ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്ലേസിന്റെ ഒരു ഡോക്യുമെന്റേഷൻ അങ്ങനെയല്ല വിചാരിക്കുന്നത്. അതിന്റെ ഒരു ഡീറ്റെയിലിങ്ങും അല്ലെങ്കിൽ അതിനകത്തുള്ള ജീവിതങ്ങളും അല്ലെങ്കിൽ ഓരോ നമ്മളുടെ ഇടപെടലുകൾ, മനുഷ്യന്റെ ഒബ്ജക്റ്റുകളെ ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴികള്, നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾക്ക് ഉപയോഗിച്ചുണ്ടാകുന്ന ഒരു മാറ്റങ്ങൾ, അതിന്റെ ലൈഫുമായിട്ട് ഈ ലാൻഡ്സ്കേപ്പ് ഭയങ്കര കണക്റ്റഡ് ആണ്. നേച്ചറിൽ ഉണ്ടാവുന്ന ചില സ്ഥലങ്ങൾക്കൊക്കെ ചില മനുഷ്യന്റെ അനാട്ടമിയായിട്ട് ഭയങ്കര കണക്ഷൻ ഉള്ളതായിട്ടൊക്കെ ഫീൽ ചെയ്യും. അപ്പൊ അതൊക്കെ ഞാൻ വർക്കിൽ ഇങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. So also, Sudhaidas, you mentioned about this particular greens that you're talking about, and that often keeps coming in a couple of the works. And one of the works, which is a very small, almost 12-inch by 8-inch work, pen and watercolor on paper. It is one of the work which kind of engulfs, it kind of brings, one very close view into the lush and the intricate mix of this dense knit kind of, plant and branches, making, into a place, into a particular, knit kind of a place, closed kind of a place. So do you work these details methodically is one question. And the other would be, what involves and happens in terms of, drawing when you kind of focus and start working in your studio? If you can a little bit, talk about that, because this is the work which is again a very layered, even if it's very small, and it is very much brings through the layers of as if somebody is, looking at from the inside of a forest. But very closely into the density of the plants and all that things. Apart from that, branches hanging around, the willows kind of a thing. But it's a very lush green work. Can you talk about that? ഈ കോവിഡിന്റെ
കോവിഡ് സമയത്ത് നമ്മള് വീടിനകത്ത് തന്നെ അല്ലെങ്കിൽ വീടിന്റെ ആ ഒരു ചെറിയൊരു ഇതിനകത്ത് വീട്ടില് ചെറിയ ബാക്കിലെ തൊടിയിലൊക്കെ ആയിട്ട് അവിടവും വീടും ഒക്കെ ആയിട്ട് മാത്രമാണ് നമ്മൾ കുറെ നാളും തിരിച്ചുവിടുന്നത്. അപ്പോഴാണ് കുറച്ചുകൂടി നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റാതെ ട്രാവൽ ചെയ്യാൻ പറ്റാതിരുന്ന ഒരു സമയത്ത് കുറച്ചുകൂടി നമുക്ക് ഒരു പർട്ടിക്കുലർ ചെറിയ സ്ഥലത്ത് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാം. നമ്മൾ കാഴ്ചകൾ കുറച്ചുകൂടി വൈഡ് എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടി മാക്രോ അല്ലെങ്കിൽ മൈക്രോ ലെവലിൽ നമ്മളുടെ ഒരു കാഴ്ച മാറുന്നുണ്ട്. എന്ന് വെച്ചാൽ കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റുകളെ ഒബ്സർവ് ചെയ്യും. നമുക്ക് ഒരു ചെറിയ ഒരു ചെറിയ സ്പേസിൽ പോലും നമ്മൾ അതിന്റെ മാക്സിമം ഡീറ്റെയിൽ അല്ലെങ്കിൽ അതിനെ കുറച്ച് കൂടുതൽ കാണുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ അതിന്റെ മാക്സിമം ഡീറ്റെയിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. ഇത്തരം ചെറിയ ഡീറ്റെയിലിംഗ് പറയാൻ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മീഡിയം എന്നുള്ള നിലയ്ക്കും കൂടിയാണ് പെൻ ഡ്രോയിങ് ഉപയോഗിക്കുന്നത്. നമ്മൾ ബ്രഷ് അല്ലെങ്കിൽ കളർ അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി മൈന്യൂട്ടായിട്ട് ടെക്സ്ചറും അതുപോലെ മൈന്യൂട്ട് ഒബ്ജക്ട്സും കൊണ്ടുവരാൻ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ മീഡിയമാണ് പെന്നാണ് എനിക്ക് ഇതായിട്ട് തോന്നുന്നത്. അപ്പോ അങ്ങനെയാണ് അതിലേക്ക് പോകുന്നത്. Got it. So extending kind of from the same question a little bit more into the larger works, your larger works which have no color, they are in black, but at some places you also use watercolors, like very hints of. Also, you some time back mentioned about the yellows in the landscape. But sometimes your work don't just remain a landscape, but they kind of become something which is more to do with the details that you're speaking about, So what is it that kind of intrigued you kind of to, start building this world of many things? And how is it like in a studio in terms of temperament? How do you work on with one work at a time? And if you can just give a little more details about the process and the building of this, the world of many. ഞാൻ കൂടുതൽ സമയം ഒറ്റയ്ക്കായിരിക്കും വായിക്കുന്നത് അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നതായിക്കോട്ടെ. ഇപ്പോ എന്റെ ഓരോ രാവിലെ മുതലുള്ള ഈ ഒരു പീരീഡിൽ ഞാൻ കൂടുതൽ സമയം തനിയെ തന്നെ സംസാരിക്കുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്. അത് ചെറുപ്പം മുതൽ തന്നെ. ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മൾക്ക് ഇപ്പൊ മറ്റുള്ളവരോട് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാറില്ല, അല്ലെങ്കിൽ പറഞ്ഞാൽ തന്നെ അത് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ മനസ്സിലാവാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തന്നെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ തന്നെ ഉണ്ട്. അപ്പൊ ഈ വർക്ക് ചെയ്യുമ്പോഴും സ്വാഭാവികമായിട്ടും ഇതിനോട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പോവുക. അതിനകത്ത് നമ്മൾ പൊളിറ്റിക്സ് ഉണ്ടാവും, ചിലപ്പോ അല്ലാത്ത പേഴ്സണൽ ആയിട്ടുള്ള വിഷയങ്ങളുണ്ടാവും, നമ്മൾ ഈ ഇടപെടുന്ന ആളുകളുമായിട്ടുള്ള കോൺവെർസേഷന്റെ തുടർച്ചയുണ്ടാവും. ഇങ്ങനെ സ്വയം പറയുന്ന പോലത്തെ ഒരു രീതിയിൽ തന്നെയാണ് ആ പ്രാക്ടീസും നടക്കുന്നത്. അപ്പൊ ഈ ഒരു നരേഷൻ ഇങ്ങനെ പറഞ്ഞു നമ്മൾക്ക് പോലും അറിയാതെ ഒന്നും പ്രീ പ്ലാൻഡ് അല്ല ഈ വർക്കുകളൊന്നും. അപ്പോ ഈ നമ്മളിങ്ങനെ നമ്മളുടെ ഒരു ലൈഫ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജേർണി പോലെ തന്നെ ആ വർക്ക് പോകുന്നതാണ്. ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇങ്ങനെ പോകുന്നത്. അപ്പൊ ഞാൻ തന്നെ എന്നോട് സംസാരിക്കുന്നത് പോലെയാണ് ആ വർക്കിന് അപ്രോച്ച് ചെയ്യുന്നത്. So yeah, that's what I have in terms of questions. Yeah. Thank you, Sudedas. Thank you. Yeah.